വെള്ളിയാഴ്ച അമേരിക്കൻ മാർക്കറ്റിലെ ഡൗ ജോൺസ് മാത്രമാണ് പ്ലസിൽ ക്ലോസ് ചെയ്തത്. ബാക്കി രണ്ട് ഇൻഡെക്സുകളും മൈനസിലായിരുന്നു. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അമേരിക്കൻ മാർക്കറ്റുകളിലും സംഭവിക്കുന്നുണ്ട്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം മൈനസ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈന വളരെയധികം സ്റ്റിമുലസ് പാക്കേജുകൾ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ജപ്പാനിലെ ഭരണമാറ്റം, അതായത് പുതിയ പ്രൈം മിനിസ്റ്റർ റേറ്റ് ഹൈക്കിന് അനുകൂലമാണ്. അപ്പൊ ഇത് മൊത്തത്തിൽ മാർക്കറ്റുകൾക്കെല്ലാം മൈനസ് ആണ്. ഇത് ജപ്പാൻ ക്യാരി ട്രേഡ് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുമൂലം എല്ലാ മാർക്കറ്റിലും ഒരു സെല്ലിംഗ് വരാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. യുഎസിലെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്ന ഫേവറബിൾ ആണ്. അത്രയ്ക്ക് പോസിറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ഫേവറബിൾ ആയിട്ടാണ് ആ ഡേറ്റ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 26,120, 26,100 ലെവലിൽ ഓപ്പൺ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 26,190, 26,250, 26,320 ലെവൽ റെസിസ്റ്റൻസ് ഉണ്ട്. സപ്പോർട്ടുള്ളത് 26,040, 25,940, 25,850 ലെവലുകളിലാണ്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 53,720, 53,540, 53,330 ലെവലിൽ സപ്പോർട്ടും